ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പണിയെല്ലാം ഒതുക്കി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും വൈകുന്നേരം ഒന്ന് എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് കൂടുതലാണ് കേട്ടോ. കുറച്ച് പണികളൊക്കെ കൂടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീട് അടിച്ച് ഒരു വൃത്തിയാക്കി വിളക്കൊക്കെ കത്തിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുളിച്ചിട്ടാണ് കേട്ടോ വിളക്ക് ഒന്നും കത്തിക്കാറ്. അപ്പോൾ കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് തലയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മോൻ ക്യാമറയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കിടന്ന് ഷോ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ മുടിയൊക്കെ ഭയങ്കര പൊഴിച്ചില്ല, എന്താണെന്ന് അറിയില്ല, ഭയങ്കര പൊഴിച്ചില്ല. എനിക്ക് മുടിയൊന്നും ഇപ്പോൾ ഞാൻ തീരെ കെയർ ചെയ്യുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ മുടിയൊക്കെ ആണെങ്കിൽ ഒരുവിധം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ കയറി, വലിയ ആർഭാടമൊന്നും ഇല്ല. ഇങ്ങനെ താളിയൊക്കെ തേച്ച് മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ചെറിയ ചെറിയ വീട്ടിലെ ടിപ്സൊക്കെ പറ്റുന്നതൊക്കെ ഇങ്ങനെ ഹോം റെമഡീസൊക്കെ പരീക്ഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ എല്ലാത്തിനും അങ്ങ് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാൽപ്പാമര എണ്ണ നമ്മൾ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉണ്ണിക്ക് വേണ്ടിയിട്ട് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കുളിക്കാൻ നേരത്ത് ഇങ്ങനെ ജസ്റ്റ് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം അത് തേച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചത് അത് തേച്ച് പിടിപ്പിച്ചിട്ട് വീടും പരിസരമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കും, അപ്പോഴത്തേനും 10 മിനിറ്റ് ആവും, പിന്നെ കുളിക്കാനായിട്ട് പോകാമല്ലോ എന്ന് കരുതി കേട്ടോ. അങ്ങനെ അതൊക്കെ മുഖത്തൊക്കെ തേച്ചിട്ട് അടിച്ചു വാരാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ പടയാളികൾ രണ്ടും അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് കേട്ടോ കുളിക്കാൻ പോകാനായിട്ട്. വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര സൂത്രമാണ് കേട്ടോ രണ്ടുപേർക്കും. അപ്പം ഞാനാണെങ്കിൽ മുറ്റമൊക്കെ അടിച്ചു വരാനായിട്ട് പോയി കേട്ടോ. മിക്കവാറും എൻ്റെ ഉണ്ണിപ്പെണ്ണിൻ്റെ മൂടനുസരിച്ച് എനിക്ക് മുറ്റമൊക്കെ അടിച്ചു വരാൻ പോകാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുറേ മുറ്റം അടിച്ചു വരാൻ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ മുറ്റം അടിച്ചു വരാൻ പോകുമ്പോഴത്തേനും എൻ്റെ ഉണ്ണിപ്പെണ്ണ് കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഇന്നെന്താണാവോ, പക്ഷേ ഇന്ന് നല്ല മൂടായിരുന്നു കേട്ടോ. ആശാട്ടിയും വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് അടിച്ചു വാരൽ കഴിഞ്ഞ് പിന്നെ കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അടിച്ചു വാരി എല്ലാം തൂത്തുകൂട്ടി തീയിട്ട് കേട്ടോ. അപ്പോൾ പടയാളികൾ രണ്ടും തീപ്പെട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. തീപ്പെട്ടി എവിടെ കിടന്നാലും രണ്ടും അതെടുത്ത് വെച്ച കളിയാണ് കേട്ടോ. തീപ്പെട്ടി ചുലി വക സാധനങ്ങളോട് ഭയങ്കര ക്രേസാണ്. അപ്പോഴാണ് ശ്രദ്ധിച്ച വാഴകളൊക്കെ കുലച്ചിട്ട് ഒടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങി കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ വാഴക്കുലകളൊന്നും നമുക്ക് കിട്ടാമെന്നല്ല കേട്ടോ, എല്ലാം ഒടിഞ്ഞു പോകണം. പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയിട്ടോ. കുളിച്ച് നിന്നപ്പോഴാണ് ഒന്ന് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ തോന്നിയത് കേട്ടോ. എൻ്റെ കുളി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരെ കുളിപ്പിക്കാനായിട്ട് നിർത്തിയിട്ട് രണ്ടിനെ ഒന്നിച്ചാണ് നിർത്തി കുളിപ്പിക്കുന്നത്. ഭയങ്കര കുറുമ്പാണ് കേട്ടോ കുളിപ്പിക്കുന്ന നേരത്ത്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഷോ ആണ് ഇപ്പോൾ കൂടുതലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മോള് പെണ്ണിനെ കേട്ടോ, ക്യാമറയുടെ മുമ്പിൽ കിടന്ന് പിന്നെ അവളുടെ വക കുറേ ഷോയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വിളക്ക് കത്തിക്കാനായിട്ട് അങ്ങ് പോയിട്ടോ. അപ്പോൾ വിളക്കൊക്കെ ഒരുക്കി കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും മനസ്സിനൊരു വല്ലാത്ത സമാധാനം സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ പടയാളികൾ രണ്ടും അവിടെ വന്ന് ഹാജരാകും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ വന്ന് ഹാജരായിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ചന്ദനത്തിരി കുത്താനാണ് കേട്ടോ. ആശാന് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പൂജയൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദനത്തിരി കത്തിക്കാൻ ഞാൻ പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു വട്ടം എൻ്റെ മുഖം പൊളിച്ചതിന് ശേഷം പിന്നെ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. പിന്നെ ആൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, എനിക്കൊരു ഓണക്കോടി എടുത്തതാണ് കേട്ടോ. ഡാവണിയാണ് കേട്ടോ എടുത്തത്. ഭയങ്കര ആഗ്രഹിച്ച് കാത്തിരുന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് കേട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് സെയിം കളർ എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് റിട്ടേൺ അയക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. എനിക്കിങ്ങനെ വൈകുന്നേരം 4 മണി അങ്ങനെ കൃത്യസമയമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് എപ്പം ചായ കുടിക്കണമെന്ന് തോന്നുന്നു ആ ഒരു നേരത്തെ ഞാൻ ചായ ഇട്ട് കുടിക്കാറ്. ഈ പാതിരാത്രി 12 മണിയായാലും ആ ചായ കുടിക്കണമെന്ന് തോന്നിയാൽ പാലുണ്ടെങ്കിൽ ആ നേരം ചായ ഇട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. എൻ്റെ മോൾക്ക് ഇങ്ങനെ ചായയും സ്നാക്സൊക്കെ ഇങ്ങനെ തരുന്ന ആസ്വദിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ടാറ്റാ.